ബി.ജെ.പിക്ക് പിടികൊടുക്കാത്ത സംസ്ഥാനമാണ് കേരളവും തമിഴ്നാടും. ഇത്തവണ 400 സീറ്റ് ലക്ഷ്യമിടുന്ന ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റമുണ്ടാക്കുക നിർബന്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ദക്ഷിണേന്ത്യ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യവും ഇതുതന്നെയാണ്. കേരളത്തിൽ നിന്ന് പി.സി. ജോർജും പത്മജ വേണുഗോപാലും വന്നതിനേക്കാൾ ബി.ജെ.പിക്ക് നേട്ടമാണ് തമിഴ്നാട്ടിൽ പി.എം.കെയെ കൂടെ കിട്ടിയത്. വണ്ണിയാർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് 1989 മുതൽ രൂപീകരിച്ച പട്ടാളി മക്കൾ കക്ഷി കഴിഞ്ഞ ദിവസമാണ് എൻ.ഡി.എയുടെ ഭാഗമായത്. ഏറെ നാളായി നടത്തിവന്ന ചർച്ചയുടെ ഫലമായിരുന്നു ഈ സഖ്യം. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാണ് അൻപുമണി രാമദാസ് സഖ്യത്തിൽ ചേർന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകൾ പി.എം.കെക്ക് വിട്ടുകൊടുത്ത് ബി.ജെ.പി സീറ്റ് ധാരണയുണ്ടാക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ 3 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഡി.എം.കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം, അണ്ണാ ഡി.എം.കെയുടെ സഖ്യം, ബി.ജെ.പിയുടെ സഖ്യം, പി.എം.കെയെ കൂടെ ചേർക്കാൻ അണ്ണാ ഡി.എം.കെ ശ്രമിച്ചു വരുന്നതിനിടെയാണ് ഫോർവേഡ് കളിച്ച് ബി.ജെ.പി ഗോളടിച്ചിരിക്കുന്നത്. അണ്ണാ ഡി.എം.കെയുടെ കൂടെ പ്രധാന പാർട്ടികളൊന്നുമില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 19-നാണ് തമിഴ്നാട്ടിൽ പോളിംഗ്. തമിഴ് മാനില കോൺഗ്രസ്, ടി.ടി.വി, ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം, പി.എം.കെ എന്നീ പാർട്ടികൾ എൻ.ഡി.എ സഖ്യത്തിലെത്തി. നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി ബി.ജെ.പിയിൽ ലയിക്കുകയും ചെയ്തു. വടക്കൻ തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ള പി.എം.കെയുമായുള്ള സഖ്യം 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് ബി.ജെ.പി പറയുന്നത്. അതേസമയം ഉത്തരേന്ത്യൻ പാർട്ടി എന്ന മട്ടിലാണ് ബി.ജെ.പിയെ തമിഴ്നാട്ടിൽ മറ്റു പാർട്ടികൾ അവതരിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുമായി സഖ്യമുണ്ടാക്കരുത് എന്ന് പി.എം.കെയുടെ ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. CAA, ഏക സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിൽ ബി.ജെ.പിക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടി കൂടിയാണ് പി.എം.കെ. ഇവരുടെ നിലപാട് മാറ്റത്തിന് കാരണം മറ്റു ചിലതാണ് എന്നും വാർത്തകളുണ്ട്. 1989-ൽ എസ് രാമദാസ് രൂപീകരിച്ച പാർട്ടിയാണ് പി.എം.കെ. പിന്നോക്ക വിഭാഗക്കാരായ 35-ലധികം ജാതികൾ ഉൾപ്പെടുന്ന വണ്ണിയാർ വിഭാഗമാണ് ഇവരുടെ നട്ടെല്ല്. വെല്ലൂർ, റാണിപ്പേട്ട്, കൂടല്ലൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, വില്ലുപുരം എന്നിവിടങ്ങളിലെല്ലാം പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിൽ മാറി മാറി സഖ്യം ചേരുന്ന രീതിയാണ് പി.എം.കെ പിന്തുടരുന്നത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പിയുമായി സഖ്യം ചേരരുത് എന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അൻപുമണി രാമദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായ കേസുകളാണ് ബി.ജെ.പിയിൽ ചേരാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ആരോപണം. പി.എം.കെയുടെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ രംഗത്തു വന്നിട്ടുണ്ട്.